എന്താണ് SIT നടപ്പാക്കിയ കാര്യങ്ങൾ? തന്ത്രിയെ ഉന്നമിട്ടിരുന്നോ SIT എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഈശ്വരും ശ്രീ TK രാജഗോപാൽ മാധ്യമപ്രവർത്തകരും തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിരത്തിയാണ് കോടതിയിലേക്ക് തന്ത്രിക്ക് വേണ്ടി അഭിഭാഷകൻ നിരത്തുകയും 41ാമത്തെ ദിവസം ജാമ്യം നേടുകയും ചെയ്തത്. ഇതിലെ പല കാര്യങ്ങളും നമുക്ക് വായിക്കുമ്പോൾ പലതും ബോധപൂർവം ഈ SIT സംഘം മറച്ചു വെച്ചതായി തോന്നുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എങ്ങനെ എത്തുന്നു എന്നത് സംബന്ധിച്ചാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം, അത് തന്ത്രിക്കുപരി മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ടൊക്കെയുള്ള അവരുടെ ലിങ്ക്, ഇതൊന്നും ഈ കുറ്റപത്രം അല്ലെങ്കിൽ ഈ FIR പ്രാഥമിക ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ തുടർന്നോ ഒന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ SIT കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ട്രാപ്പിലാക്കുകയായിരുന്നു തന്ത്രി പറയുന്നത് പോലെ. ശരിക്കും ഒരു ഗൂഢാലോചന, കോൺസ്പിറസി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ രാഹുൽ ഈശ്വർ? 3 കാര്യങ്ങൾ തന്ത്രിയെ ബോധപൂർവം കുടുക്കിയതാണ് എന്ന് ഇന്ന് മലയാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട കോടതി അനധിസാധാരണമായി എഴുതിയിരിക്കുന്നത് തന്ത്രിക്കെതിരെ കടുക് മണിയോളം പോലും തെളിവില്ലെന്നാണ്. നോട്ട് ഈവൻ ആൻ അയോട്ട് ഓഫ് എവിഡൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, അങ്ങേക്ക് അറിയുന്നത് പോലെ ഞാനൊരു ഗാന്ധിയനും മതസൗഹാർദ്ദവാദിയുമാണ്. പക്ഷെ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലെ ഒരു പള്ളിയിലച്ഛനെയോ മൗലവിയെയോ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ ജയിലിലിടുമോ? ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനവും അയ്യപ്പ വിശ്വാസികളോടുള്ള അവഹേളനം, അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഇതിന് പ്രതിരോധമുണ്ടാകണം, ഇതിന് ജസ്റ്റിസ് ഉണ്ടാകണം. തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാര്യം തന്ത്രിക്കെതിരെ, തന്ത്രി എന്ന് പറയുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ പിതൃസ്ഥാനീയനായ വ്യക്തിയാണ്. ശബരിമല അയ്യപ്പന്റെ ആ തന്ത്രിയെ CPM ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി. ഒന്ന്, ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPMകാർക്ക് അല്ലെങ്കിൽ CPM ഗവൺമെന്റിനെതിരെ ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചോദ്യശരങ്ങൾ നീളുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കിയത്. 3, SIT ബോധപൂർവം ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് തന്ത്രിക്കെതിരെ വ്യാജ വാർത്തകൾ വരെ പ്രചരിപ്പിച്ചു. മാതൃഭൂമി അടക്കമുള്ള പ്രമുഖ ചാനലുകൾ ചെയ്തില്ല എന്നുള്ള സന്തോഷമാണ്. പക്ഷെ ചില ചാനലുകൾ ആ കാര്യങ്ങൾ കൊടുക്കുകയുണ്ടെന്നുള്ളത് സത്യമാണ്. കാര്യം തന്ത്രി ഭാഗികമായി സ്വർണ്ണക്കൊള്ളയിലെ പങ്ക് സമ്മതിച്ചു എന്നും തന്ത്രിക്ക് 2.5 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് പല ആൾക്കാരും അത് ചെയ്യുകയുണ്ടായി. 1-2 മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത്തരത്തിലുള്ള വാർത്തകൾ പോലും കൊടുക്കുകയുണ്ടായി. തന്ത്രിയുടെ വാദങ്ങൾ അനുസരിച്ചാണെങ്കിൽ ശബരിമലയിൽ സർക്കാരിന്റെ തിരക്കഥ അനുസരിച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു വൈരുദ്ധ്യാതന ബുദ്ധിയോടുകൂടി പെരുമാറി എന്നുള്ളതാണ്. SIT നമുക്ക് സംബന്ധിച്ചറിയാം, ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ അവധാനതയില്ലാതെ ഒരു ഫിറ്റിംഗ് നടത്തുമോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ? 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും തന്ത്രിയുടെ കള്ള അറസ്റ്റിലൂടെ SIT അപമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറിന്റെയും ജസ്റ്റിസ് ജയകുമാർ സാറിന്റെയും ബെഞ്ചിലേക്ക് തന്ത്രിയുടെ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലേക്ക് മറ്റു പല ബെയിൽ ആപ്ലിക്കേഷനും വന്നപ്പോൾ 119 പേജുള്ള വിശദമായ ഓർഡർ അദ്ദേഹം നൽകുകയുണ്ടായി. അതിൽ 81ാം പേജിൽ തന്ത്രിയോട് അനുജ്ഞ മേടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കള്ളത്തരമാണ് എന്ന് എഴുതുകയും തന്ത്രിക്ക് അനുകൂലമായ പരാമർശങ്ങളുമുണ്ട്. 3, ജസ്റ്റിസ് ബദറുദ്ദീൻ സാറിന്റെ വിധി അവസാനിക്കുന്നത് അദ്വൈതം എന്ന സിനിമയിലെ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന പാട്ട് എഴുതിക്കൊണ്ടാണ്. ആ പാട്ടിന്റെ സാഹചര്യം അവിടത്തെ അമ്പലത്തിൽ, അദ്വൈതം എന്ന മോഹൻലാൽ സിനിമയുടെ അമ്പലത്തിൽ തന്ത്രിയായ തിക്കുറിശി സുകുമാരൻ നായരെ കള്ളക്കേസിൽ കൊടുക്കാൻ പോലീസും അന്നത്തെ CPM നേതൃത്വവും ആ സിനിമയ്ക്കുള്ളിലെ CPM നേതൃത്വവും കാണിക്കുന്നതാണ് അതിന്റെ പശ്ചാത്തലം. അങ്ങനെ തന്ത്രിയെ കള്ളക്കേസിൽ കൊടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് പോലും വരുന്നത്. കോടതികൾക്കടക്കം പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഇന്ന് വ്യക്തമായിരിക്കുകയാണ് ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി ഹിന്ദു വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ അപമാനിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമം നടന്നത്. ശബരിമല തന്ത്രിയെ പോലെ ആരാധ്യനായ ആദരണീയനായ ഒരു വ്യക്തിയെ കുടുക്കുന്നതിന് കാലവും ചരിത്രവും അയ്യപ്പ ഭക്തർ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ശബരിമല യുവതി പ്രവേശത്തിന് കാണിച്ച അതേ ധാർഷ്ട്യവും അഹങ്കാരവും CPM ചെയ്തതിന് വർഷങ്ങൾക്കിപ്പുറം CPM വീടാന്തരം കയറി മാപ്പ് പറയേണ്ടി വന്നു. അതേപോലെ ശബരിമല തന്ത്രിയെ കള്ളക്കേസിൽ കുടിക്കുന്നതിനും ഇതേപോലെ നാളെ മാപ്പ് പറയേണ്ടി വരും. അത് ശബരിമല തന്ത്രി ആയതുകൊണ്ടല്ല, ഒരു നിരപരാധിയായ പാവം സാധു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് 40-41 ദിവസം ജയിലിലിട്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചാരക്കേസിന് കള്ളക്കേസായി ശ്രീ നമ്പിനാരായണനെ 50 ദിവസം ജയിലിലിട്ടതിന് ശേഷം ശബരിമല തന്ത്രിയെയാണ് കള്ളക്കേസിൽ കുടുക്കി 40 ദിവസത്തിലധികം ജയിലിലിട്ടത്. ഇതിന് കാലവും ചരിത്രവും ഭക്തജനങ്ങളും 100% മറുപടി നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടെ വിധിന്യായം എക്സാക്ട് വെരി, there is not even an iota of evidence. കടുക് മണി പോലും
കടുക് മണിയോളം പോലും ഈ കേസിൽ തെളിവില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയാണ് പറയുന്നത്. അപ്പോ തന്ത്രിയെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? മനഃപൂർവ്വം SIT PIT ആയി പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറുകയും ശ്രീ പിണറായി വിജയന്റെയും CPM-ന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും അവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങളുടെ മുനയൊടിക്കാനും വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഞാൻ എല്ലാ സ്നേഹത്തോടെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം കൂടി ശ്രീ TK രാജഗോപാൽ, തുടക്കം മുതൽ ഈ കേസ് ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കുകയാണ്. കാരണം കുറ്റകരമായിട്ടുള്ള മൗനവും അനാസ്ഥയും കാണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് എഴുതി ചേർക്കപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ഒരു തിരക്കഥ, ഒരു കോൺസ്പിറസി ഈ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. പക്ഷേ നമുക്കതിൻ്റെ തെളിവ് സാക്ഷ്യപ്പെടുത്താനാകില്ല. ഇത്തരം വാദമുഖങ്ങൾ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിയായി ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കോടതിയിൽ. അതും ജാമ്യ ഹർജിയാണ് പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങളിലേക്ക് പോവുകയാണ്. അത് കോടതിയുടെ നിരീക്ഷണങ്ങളായി വരികയും ചെയ്യുകയാണ്. അത് നമുക്ക് മുഖവിലക്കെടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ശ്രീ TK രാജഗോപാലിന് എന്താണ് ഈ കാര്യത്തിൽ അങ്ങനെ ഒരു വഴിവിട്ട ഒരു ഇടപെടൽ തന്ത്രിയുടെ കേസുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? തന്ത്രി എന്ന പേര് കടന്നു വരുന്നത് തന്നെ എങ്ങനെയാണ്? ഒരു രാഷ്ട്രീയ നേതാവ് പ്രതിയാക്കപ്പെട്ടയാൾ തന്നെ ദൈവതുല്യനെന്നടക്കമുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടചേർന്ന് കിടപ്പുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം, അത് ഒരുപക്ഷെ നമ്മൾ പറയാൻ അതിനെ എങ്ങനെ സമീപിക്കണമെന്ന് നമുക്ക് അത് ശരികേടും ശരിതെറ്റുകൾ ഉണ്ടായിരിക്കാം. കാരണം രാഹുൽ ഈശ്വർ നേരത്തെ പറയുന്നതാണ്, മറ്റേതെങ്കിലും ഇതുപോലെ പദവിയിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒക്കെയാണ് എങ്കിൽ എന്ത് സമീപനമാണ്, അല്ല ഈ അർത്ഥത്തിൽ കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയാൽ പോലും അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് രാഹുൽ പറയുകയും ചെയ്തു. എന്താണ് ശ്രീ TK രാജഗോപാലിന് തോന്നുന്നത്? അതോടെ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, അദ്ദേഹം കേരളത്തിലെ വളരെ പ്രസിദ്ധനായ നിയമജ്ഞനാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ഗോവ ഗവർണറായിരുന്നുള്ളതിലുപരി വളരെ പ്രസിദ്ധനായ നിയമജ്ഞനാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആ സമയത്തുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അന്ന് പുറത്തു വന്നിരുന്നു. ഒരു സമുദായ നേതാവ്, എനിക്ക് തോന്നുന്നു NSS ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഈ SITയുടെ കാര്യമാണ് ശ്രീ TK രാജഗോപാൽ, SIT അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ? ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞുവല്ലോ, രാഹുൽ ഈശ്വർ പറഞ്ഞ് അങ്ങ് കേട്ട് കാണുമെന്ന് തോന്നുന്നു. അതായത് SIT PIT ആയി മാറി എന്നുള്ളതാണ്. ആ നിലയ്ക്ക് അങ്ങനെ SITക്ക് അങ്ങനെ പോകാൻ കഴിയുമോ? സാധ്യമല്ലല്ലോ. ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. രാഷ്ട്രീയം കലർത്തേണ്ട യാതൊരു കാര്യമില്ല. ഇത് സത്യസന്ധമായിട്ട് അന്വേഷണം നടക്കുന്നതാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ രാഷ്ട്രീയമുണ്ടോ? ഹൈക്കോടതിയിലിരിക്കുന്ന ബഹുമാന്യരായ 2 ജഡ്ജിമാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വ് വല്ലതും ഉണ്ടോ? SITക്കെതിരെ വേണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ആർക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം. അത് സംസ്ഥാന പോലീസിന്റെ കീഴിൽ വരുന്നതായതുകൊണ്ട്. പക്ഷെ കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന അന്വേഷണമല്ലേ അത്. അവർക്കെന്ത് രാഷ്ട്രീയ താല്പര്യം? അവർക്കൊരു രാഷ്ട്രീയ താല്പര്യവുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ മുമ്പേ രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന് തന്ത്രിക്ക് ജാമ്യം കിട്ടി. അത് നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും അദ്ദേഹത്തിന്റെ അയ്യപ്പ വിശ്വാസികളായ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് ആകെ 41 ദിവസം, ഏതാണ്ട് 41 ദിവസമേ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റി. അവിടെ വന്ന വാദങ്ങളാണ് നമ്മളവിടെ നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ജാമ്യമാണ്. അത് രതീഷിനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതൊരു ജാമ്യ ഹർജിയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തിലെ PMLA ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കുന്നത് കൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ ആ കേസ് വന്നിരിക്കുന്നത്. വിജിലൻസ് കോടതിയെ സാധാരണഗതിയിൽ ഒരു ജാമ്യ കേസിൽ പരിഗണിക്കുക എന്ന് പറഞ്ഞത് കേസിന്റെ ഗ്രാവിറ്റി നോക്കുമായിരിക്കും അല്ലേ, അല്ലാതെ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുകയില്ല. കേസിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഉള്ള അന്വേഷണങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒന്നും കോടതിയിൽ ഹാജരാക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത്തരം റെക്കോർഡ്സ് ഒക്കെ ശരിക്കും ഹൈക്കോടതിയിലാണുള്ളത്. ഹൈക്കോടതിയിൽ SITക്ക് അറിയാം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അറിയാം ഈ വിവരങ്ങൾ എന്തെല്ലാമാണ് തന്ത്രിക്കെതിരെ വന്നിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശബരിമല തന്ത്രിയെ പോലൊരാളിനെ ഒരു ആലോചനയും ഇല്ലാതെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ പെട്ടെന്ന് പോയി SIT അറസ്റ്റ് ചെയ്യുമോ? അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ കോടതിയോട് ആലോചിച്ചിട്ടില്ല നമുക്ക് പറയാനൊക്കത്തില്ല. കോടതി ദേവസ്വം ബെഞ്ച് ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ SITക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെങ്കില് അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, അദ്ദേഹത്തിന് എതിരായിട്ട് ഇപ്പൊ SIT കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ കോടതിയും ബോധ്യപ്പെട്ട് കാണണം. അല്ലാതെ എനിക്ക് ഇപ്പൊ പത്മകുമാറിനെയോ അല്ലെങ്കിൽ വാസുവിനെയോ അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ലാഘവത്തോടെ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തെളിവുണ്ടാകാം, അവരുടെ കയ്യിൽ തെളിവുണ്ടാകാം, അദ്ദേഹത്തെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും തെളിവുണ്ടാകാം. അതൊന്നും നമുക്ക് ഇപ്പൊ അറിയാനൊക്കത്തില്ല. ഇപ്പൊ ജാമ്യ ഹർജി കേട്ടു, അതിനകത്ത് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു എന്ന് കരുതിയിട്ട് എന്താണ് SIT കണ്ടെത്തിയിരിക്കുന്നത്?
SIT കണ്ടെത്തൽ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ബഹുമാനപ്പെട്ട കോടതി അതിന്റെ കുറ്റപത്രം വന്ന് വിചാരണ വരുന്ന സമയത്തായിരിക്കും അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ വരികയുള്ളൂ. രാഹുൽ എന്തോ ചോദിക്കുന്നുണ്ട്, രാഹുൽ എന്തോ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ, ഒരു കാര്യം മാത്രം, കോടതിയുടെ അനുമതിയോടുകൂടിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതി എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ തിരിച്ച് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ഒരുപാട് വന്നപ്പോൾ ഡിസംബർ 4-5 ശേഷം കേസ് നീങ്ങുന്നില്ലെന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്ന് വന്നപ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തതാണ്. 2, ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം ഇതുവരെ വന്നിട്ടുമില്ല. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയോ ജസ്റ്റിസ് ജയകുമാർ സാറിന്റെയോ ബെഞ്ചിലേക്ക് വന്നിട്ടുമില്ല. ശബരിമല തന്ത്രിക്കെതിരെ കടുകണയോളം പോലും തെളിവില്ല, നോട്ട് ഈവൻ അയോട്ട് ഓഫ് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞത് കോടതിയാണ്. ഇനി 2 SIT ഏതിനു വേണ്ടിയാണ് മറച്ചു വെക്കുന്നത്? SIT എന്തൊക്കെ കള്ളം പറഞ്ഞു പ്രതീഷ്? വാജി വാഹനത്തിന്റെ കാര്യത്തിൽ SIT കള്ളം പറഞ്ഞില്ലേ? തന്ത്രിക്ക് 2.5 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആ ബാങ്ക് പൊട്ടിപ്പോയതിനു ശേഷം തന്ത്രി പരാതി കൊടുത്തില്ല എന്ന് കള്ളം പറഞ്ഞില്ലേ? പിന്നീടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി 5ാം ഇടക്കാല റിപ്പോർട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പ് സാറ് ഹൈക്കോടതിയിൽ കൊടുത്ത ശേഷം ദേവസ്വം ബോർഡ് തന്ത്രിയെ അങ്ങോട്ട് വിളിച്ച് റിക്വസ്റ്റ് ചെയ്താണ് വാജിവാഹനം കൊടുത്തു വിട്ടത്. എന്നിട്ട് വാജിവാഹനം തന്ത്രി കളവ് മോഷ്ടിച്ചു എന്നും അടിച്ചു മാറ്റിയെന്നും പറഞ്ഞില്ലേ? വാജിവാഹനത്തിന് 500 കോടി രൂപ വിലയാണെന്ന കള്ളക്കഥകൾ ഉണ്ടാക്കിയില്ലേ? എത്ര കള്ളം പറഞ്ഞു? തന്ത്രിയുടെ 2.5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അവസാനം നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളുടെ തന്ത്രിയുടെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പം മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ച് SIT രാഷ്ട്രീയ നാടകം നടത്തി. SITയുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാം SITയെ അഭിനന്ദിച്ചിരുന്നു, പ്രകീർത്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കാരണം രാഷ്ട്രീയ കാരണങ്ങൾ കാരണം SIT PIT ആയി മാറി. പിണറായി ഇൻവെസ്റ്റിഗേഷൻ ടീമായി രാഹുൽ, എന്താണ് ഇതൊക്കെ? നമുക്ക് രാഹുലിന് ഇപ്പോൾ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കാം. നേരത്തെ 2 കാര്യങ്ങൾ. ഇതെന്താണ്? ഒരു ബെയിലാണ്, ഒരു ബെയിലിൽ വരുന്ന പരാമർശങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. ഇനി വീണ്ടും ഹൈക്കോടതിയിലേക്ക് അടക്കം എന്താണ് SIT ഇക്കാര്യത്തിൽ പോകാം. ഇതിന്റെ ഒരു അന്തിമ ചാർജ് ഷീറ്റിലേക്ക് വരാത്തൊരു കേസാണ്, നമുക്കറിയാം. പിന്നെ എന്താണ് രാഹുൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനമില്ല. പക്ഷേ എന്താണ്, അതേസമയം തന്ത്രിയും പോറ്റിയുമായിട്ടുള്ള എങ്ങനെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ആശയം, അതൊക്കെ നിലവിൽ SIT പല കാര്യങ്ങളും നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു ബെയിലിന്റെ മാത്രം പരിധിയിൽ നിന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? ഇനി 2 ആ കോടതി വിധിയുടെ പ്രസക്ത ഭാഗങ്ങളും ഞാൻ വായിക്കാം. SIT യഥാർത്ഥത്തിൽ തന്ത്രിക്കെതിരെ ഒന്നും നൽകിയിട്ടില്ലെന്നും തന്ത്രിക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കാനായിട്ടില്ലെന്നും തന്ത്രിക്ക് ഈ കാര്യത്തിൽ പങ്കില്ലെന്നും അയോട്ട് ഓഫ് എവിഡൻസ് പോലും ഇല്ല എന്ന് പറഞ്ഞ ആരാണ്? നമ്മളാരും അല്ലല്ലോ. ബഹുമാനപ്പെട്ട കോടതി വളരെ വിശദമായി വാദം കേട്ട ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ SIT പോലെ ഗവൺമെന്റ് ഏജൻസിയെ ആവശ്യമില്ലാതെ തള്ളിപ്പറയുമെന്ന് കരുതുന്നുണ്ടോ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അടക്കം അന്വേഷണം നടത്തുന്ന SIT പോലുള്ള ഏജൻസിയെ കീഴ്ക്കോടതി ഇത്രയും ശക്തമായ തെളിവുകളുടെ അഭാവം ഇല്ലെങ്കിൽ തള്ളിപ്പറയുമെന്ന് കരുതുന്നുണ്ടോ? രൂക്ഷമായി SITയെ വിമർശന വിധേയമാക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കാര്യം SITയുടെ കയ്യിൽ ഒന്നുമില്ല. SIT യഥാർത്ഥത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗെയിം കളിച്ചതാണ് എന്ന തിരിച്ചറിവ് കോടതിക്കുണ്ടായിട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തന്ത്രിക്ക് സംശയത്തിന്റെ ആനുകൂല്യമല്ല നൽകിയത്. ശ്രീ പ്രജീഷ്, എത്രയോ കോടതി വിധികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര ശക്തമായി നോട്ട് ഈവൻ ആൻ അയോട്ട് ഓഫ് എവിഡൻസ് എന്നൊരു വാക്ക് ഏതെങ്കിലും വിധിന്യായത്തിൽ കണ്ടിട്ടുണ്ടോ? അങ്ങൊന്ന് ആലോചിച്ച് പറയൂ. നോട്ട് ഈവൻ ആൻ അയോട്ട് ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് തന്ത്രി എന്ന് അല്ലെങ്കിൽ അഗൈൻസ്റ്റ് എനിബഡി എന്ന് ഏതെങ്കിലും വിധിന്യായത്തിൽ യൂഷ്വലി ഉണ്ടാകാറുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? തന്ത്രിക്കെതിരെ കടുകുമണിയോളം പോലും തെളിവില്ല എന്നുള്ളതാണ് സത്യം. തന്ത്രിയെ ബോധപൂർവം കുടുക്കിയതാണെന്നുള്ളതാണ് സത്യം. SIT രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ് സത്യം. ഇതിന് കാലവും ചരിത്രവും മറുപടി നൽകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. TK രാജഗോപാൽ, നോക്കൂ, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയും കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തന്നെയാണ്, നമുക്ക് ആ നിലയ്ക്ക് ഇതിനെ കാണുകയും ചെയ്യണം. പക്ഷേ ഒരു കോടാലിയായി SIT പ്രവർത്തിക്കുമോ എന്നുള്ള ഒരു കാര്യം ഒരു ആശ്ചര്യത്തോടുകൂടിയേ സമീപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്താണ്, തന്ത്രിക്കെതിരെ നിലവിൽ ഒരുപാട് സാക്ഷിമൊഴികൾ ഉണ്ട്, ബലപ്പെട്ട സാക്ഷിമൊഴികൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് SIT. അപ്പോൾ ഒരു കണക്റ്റിംഗ് എവിഡൻസ്, ഈ കേസിൽ കണക്റ്റിംഗ് എവിഡൻസ് ഉണ്ടാക്കുക വളരെ പ്രയാസപ്പെട്ടതാണെന്ന് നമുക്ക് ഒരു പക്ഷേ വിലയിരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അപാകത പറ്റിയതാണോ? മാത്രവുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് സാഹചര്യമടക്കം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്ന അവിടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ പേരുകൾ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഗൂഢ നീക്കം ഇക്കാര്യത്തിൽ നടത്തുമെന്ന് നമുക്ക് സംശയിക്കാൻ കഴിയുന്നുണ്ടോ? TK രാജഗോപാൽ. പ്രതീക്ഷ, ഞാൻ ഈ കേസിനെ ഇതിന്റെ മെറിറ്റിൽ മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് ഇതിന്റെ രാഷ്ട്രീയ സ്വഭാവം വെച്ചിടത്തിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്തരം കാര്യങ്ങൾ താല്പര്യവുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്ന ചില നിരീക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യത്തിൽ പോയ സമയത്ത് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച്, അവരാണല്ലോ കേസ് നിരീക്ഷിക്കുന്നത്, അവർ പറഞ്ഞ കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രഗത്ഭരായ കുറ്റാന്വേഷണ വിദഗ്ധന്മാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, ഇല്ലേ?
അപ്പൊ ഏതെങ്കിലും പ്രതികൾ എല്ലാ പ്രതികളും സ്വാഭാവിക ജാമ്യത്തിലോ എങ്ങനെ വേണമെങ്കിൽ പുറത്തു വയ്ക്കോട്ടെ, നിങ്ങൾ അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കുറ്റമറ്റതായ കുറ്റപത്രം സമർപ്പിക്കണം, കുറ്റമറ്റതായ കുറ്റപത്രം ഈ കാര്യത്തിൽ സമർപ്പിക്കണം. അപ്പൊ ഇത്തരത്തിലാണ് SITയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ, ഇതുവരെയുള്ള പോക്ക് വളരെ കൃത്യമാണ്. അന്വേഷണം വളരെ ശരിയായ ദിശയിലാണെന്ന് ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് പറയുന്നത്. നമ്മൾ അതിനെ എന്തിനാ വിശ്വസിക്കുന്നത്? ശരിയാണ്, രാഹുൽ പറഞ്ഞ പോലെ ജാമ്യം വന്ന ബെഞ്ചിൽ നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിക്കുന്നില്ല, അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ദേവസ്വം ബെഞ്ച് നേരിട്ട് നിരീക്ഷിക്കുകയല്ലേ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയല്ലേ നിരീക്ഷിക്കുന്നത്, ഉയർന്ന കോടതിയല്ലേ നിരീക്ഷിക്കുന്നത്. നമ്മൾ എന്തിനാ അത്തരം കാര്യങ്ങൾ സംശയിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞത് അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിനോട് ചോദിച്ചിട്ട് തന്ത്രി അറസ്റ്റ് ചെയ്തെന്നുള്ളതല്ല. അതൊന്നും നമുക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ തന്ത്രിയെ പോലൊരു ആളിനെ, ആ സ്ഥാനത്തിരിക്കുന്ന വലിയ മഹത്വമുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൺസൾട്ടേഷൻ, ഒരു കൂടിയാലോചന അവിടെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകാമായിരിക്കും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. കാരണം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തന്ത്രിയെ പോലെ ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം മറ്റൊരു രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല അതിനകത്തില്, അല്ലെങ്കിൽ ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ലാഘവത്തോടെ ചെയ്യാൻ പറ്റുകയില്ല. ആലോചിച്ച് കാണും, തെളിവുകൾ ശേഖരിച്ച് കാണും, അവരുടെ തെളിവുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇല്ലാതെ ചെയ്യില്ല. ഇല്ലാതെ വെറുതെ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്യുമോ? വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത് കോടതി മുമ്പാകെയാണല്ലോ കൊണ്ടുചെല്ലേണ്ടത്, ഇവിടെയല്ല. ജാമ്യം കേട്ട കോടതി മുമ്പാകെ എന്തൊക്കെയാണ് അവരുടെ വാദം വന്നിരിക്കുന്നത്. ശരിയാണ്, സംശയത്തിന്റെ ഒരു കണിക പോലുമില്ല, അദ്ദേഹത്തിന്റെ പേര് സംശയത്തിന്റെ പേരിൽ ഒരു കണിക പോലുമില്ല. അതായത് ഈ പാളികൾ കൊടുത്തു വിട്ടുന്ന 2 മഹസറുകളിലും, അതായത് മെയിൽ എഴുതിയ മഹസറിലും അതേപോലെ തന്നെ ജൂലൈയിൽ എഴുതിയ മഹസറിലും, ഈ 2 മഹസറിലും തന്ത്രിയുടെ ഒപ്പ് ഇല്ലായിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിന്റെ ഒപ്പ് അതിനകത്തിൽ ഇല്ലായിരുന്നു. ആദ്യം അനുജ്ഞ കൊടുത്ത ഒരു മഹസർ ഇതുണ്ടായിരുന്നു, അതിനകത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഒരൊപ്പ് മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ, മറ്റ് 2 മഹസറുകളിലും അദ്ദേഹത്തിന്റെ ഒപ്പില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കേസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസി അവിടെ അദ്ദേഹവുമായിട്ട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണല്ലോ വാദം വന്നത്. ശരിയാണ്, അത് ശരിയാണ്. തന്ത്രിയെ അത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ അതിനൊരു ബദൽ വശം കൂടെ ഉണ്ട്, നമ്മൾ മറുവശം കൂടെ അതിനകത്ത് ചിന്തിക്കണം. എന്തുകൊണ്ട് അദ്ദേഹം മഹസറിൽ ഒപ്പിട്ടില്ലാത്തൊരു കാര്യം കൂടെ വരുന്നുണ്ട്. അല്ലെ, അദ്ദേഹത്തെ കൊണ്ട് എന്തുകൊണ്ട് മഹസറിൽ ഒപ്പിടിച്ചില്ല? അദ്ദേഹത്തിന്റെ ഒപ്പം വേണമല്ലോ മഹസറിൽ. കാരണം പ്രഥമസ്ഥാനീയനായ തന്ത്രിയുടെ ഒപ്പും ആ മഹസറിൽ വേണ്ടതായിരുന്നു. അപ്പൊ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ അത്തരം കാര്യങ്ങളിൽ വല്ല ഗൂഢാലോചന നടത്തിയോ? തന്ത്രി കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പമാകും. ഇതെന്തായാലും പുറത്തേക്ക് കൊണ്ടുപോകാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷേ അദ്ദേഹം തടയുമോ? അത് അങ്ങനെയും നമ്മൾ സംശയിക്കാം. അതുകൊണ്ട് അവരുടെ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ ആ പശ്ചാത്തലം കൂടെ അന്വേഷിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ 2 വശമുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്നത്. ശരി, അവസാനമായി ശ്രീ രാഹുൽ ഈശ്വർ, ഇനി ഒരു ചാർജ് കൊടുക്കുന്ന ഒരു സമയമാകുമ്പോൾ, ഇനി അധികം സമയമില്ലല്ലോ, ചാർജ് ഷീറ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ നിരീക്ഷണങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും നേരത്തെ രാജഗോപാൽ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് നമുക്കൊരു ബ്ലാങ്ക് പേപ്പറിലൂടെ ഏകദേശം നമുക്കങ്ങനെ ഈ കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ. എന്താണ്, എപ്പോഴൊക്കെയാണ് ഹൈക്കോടതി യഥാർത്ഥ ഈ കൺസേൺ ബെഞ്ച് നിലപാടുകൾ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു പക്ഷേ നടന്നു കാണും, വലിയ ഗ്രാവിറ്റി ഉള്ളതാണ്. ഒരു അറസ്റ്റ് തന്ത്രിയിലേക്ക് പോകുമ്പോഴെന്നൊക്കെയുള്ള കാര്യം, അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ കാണാനുള്ള ശേഷിയൊക്കെ സർക്കാരിന്, താങ്കൾ ഈ പറയുന്ന പോലെ സർക്കാർ കരുവാക്കിയെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിനും കാണില്ല. അങ്ങനെ ബോധ്യമുള്ള ഒരു സംവിധാനമൊന്നും അല്ലാതിരിക്കില്ലല്ലോ. അതും പ്രത്യേക തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമൊക്കെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ചാർജ് ഷീറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ? അവിടെയാണ് 2 പോയിന്റ് പറയാം. ഞാൻ അടക്കമുള്ളവർ, എന്റെ അമ്മാവൻ സ്ഥാനീയനാണ് തന്ത്രി, പക്ഷെ ഞങ്ങൾ അടക്കം ആദ്യമേ പറഞ്ഞത് തന്ത്രിക്ക് ഏതെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ തന്ത്രിയെ ഞങ്ങൾ മുന്നിട്ട് തള്ളി പറയുമെന്നാണ്. തന്ത്രിക്ക് ഏതെങ്കിലും രീതിയിൽ തെറ്റുണ്ടെങ്കിൽ, പങ്കുണ്ടെങ്കിൽ തന്ത്രിയേക്കാൾ മുമ്പ് ബാക്കിയുള്ളവരെക്കാൾ മുമ്പ് ഞങ്ങൾ തള്ളിപ്പറയുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാര്യം ഞങ്ങൾക്ക് അയ്യപ്പനാണ് പ്രധാനം, തന്ത്രിയല്ല, അമ്മാവനല്ല. പക്ഷേ ഇന്ന് വ്യക്തമായിരിക്കുകയാണ് ആ നിരപരാധിയാണ് തന്ത്രി. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ കുടുക്കി ഹിന്ദുക്കളെയും അയ്യപ്പ വിശ്വാസികളെയും CPM ഗവൺമെന്റ് അപമാനിച്ചിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെയുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എനിക്കും. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മേൽ ഒരു തരത്തിലും കൂരമ്പുകൾ എയ്യപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. മാത്രമല്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും അതിന്റെ പാപഭാരം തീരില്ല എന്ന് കൂടി ഞാൻ പറയുകയാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞു തീർക്കാം. എപ്പോഴും CPM പറ്റുന്നത് ശബരിമലയെ തൊട്ട് കൈപൊള്ളുകയാണ്.
ശബരിമല എന്ന വിഷയം അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ശബരിമലയിലെ സെൻസിറ്റിവിറ്റിയും മറ്റും മനസ്സിലാകുന്നില്ല, ശബരിമല തന്ത്രിയുടെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ശബരിമലയെ കുറിച്ച് ഒരേ ഒരു നല്ല കാര്യമാണ് ശ്രീ പിണറായി വിജയന് മനസ്സിലായത്, അത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഹിന്ദുവായ അയ്യപ്പനും മുസ്ലിമായ വെളുത്തയും മുസ്ലിമായ ബാവരും ക്രിസ്ത്യാനിയായ വെളുത്തയും ഉണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിനെ എണീച്ച് നിന്ന് കൈയടിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ ശബരിമല തന്ത്രിയുടെ കാര്യത്തിൽ, ശബരിമലയുടെ കാര്യത്തിൽ, യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ എല്ലാം CPM-ന് തെറ്റി. ഇതിന് ചരിത്രവും കാലവും അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് യഥാർത്ഥത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്ക് തന്നെയാണ്. അദ്വൈതം സിനിമയിലെ പാട്ട്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ? ശബരിമല അയ്യപ്പന്റെ പിതാവിനെ കുടുക്കിയ, ശബരിമല അയ്യപ്പന്റെ അച്ഛനെ കുടുക്കിയ, തന്ത്രിയെ കുടുക്കിയ കേസിൽ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് CPM-ന് പ്രതിക്രിയ ആവില്ല എന്ന് അവർ ഓർത്തിരിക്കാൻ ഒരു അവസരമാണ് സ്വാമി ശർമ്മ. വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ. TK രാജഗോപാൽ പ്രതികരിച്ച SITക്ക് എതിരെ ശക്തമായ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയ ജാമ്യ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് നടത്തിയ കാര്യങ്ങൾ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് മാതൃഭൂമി ബ്രേക്ക് ചെയ്ത് അതിന്മേലാണ് പ്രതികരണങ്ങൾ.